മസിനഗുഡി പോവുകയാണെങ്കിൽ അത് ഊട്ടി വഴി തന്നെ ആയിരിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കൂ. എല്ലാവരും യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെയാണ് ഞാൻ കേട്ടോ. എനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഒരു യാത്ര ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്താണ് ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഊട്ടി വഴി മസിനഗുഡിയിലേക്ക് എന്നുള്ള. ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഊട്ടി വഴി മസിനഗുഡിയിലേക്കെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ വഴിക്ക് കയറിയത്. നോക്കിയപ്പോൾ വളരെയധികം ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത്. കാരണം ആ യാത്ര ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു. ഒരു പ്രത്യേകതര അനുഭൂതി തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് യാത്ര ചെയ്ത് നോക്കുക തന്നെ വേണം. അത്രയ്ക്കും അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. ഊട്ടി മുതൽ തുടങ്ങി അവിടെ മസിനഗുഡി എത്തുന്ന വരയ്ക്കും സമയം പോയതേ അറിഞ്ഞില്ല. അത്രയ്ക്കും എന്താ പറയുക, അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി. അത്രയും നല്ല അടിപൊളി പ്ലേസുകളായിരുന്നു. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, പിന്നെ ഇഷ്ടംപോലെ എന്താ പറയുക കുരങ്ങന്മാരും അതുപോലെ മയിലുകളും, പിന്നെ എന്താ പറയുക മാനുകളൊക്കെ പിന്നെ പറയണ്ട, ഇഷ്ടത്തിനായിരുന്നു. റോഡിൽ കൂടെയൊക്കെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദൂരമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതിന് പറ്റിയൊരു കാലാവസ്ഥയും, കാരണം നല്ല അടിപൊളി മഴ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറേശ്ശെ മഞ്ഞ് തുടങ്ങി. അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ അല്ല ഊട്ടി വഴി മസിനഗുഡിയിലേക്ക് എന്നുള്ള ഒരു ഇതുണ്ടായത്, കാരണം അത്രയ്ക്കും അതിമനോഹരമായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഇതാ കണ്ടില്ലേ, ആന, എന്താ പറയുക, അതുപോലെ തന്നെ വേറെയും കുറേ ഉണ്ട് കേട്ടോ, കുറേ അനിമൽസ് ഉണ്ട്. പിന്നെ മാനുകളൊക്കെ അതേ ഇത്രയും നമുക്ക് അടുത്ത് കൂടെയാണ് നടക്കേണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും യാത്ര നല്ലപോലെ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ അതിന് പറ്റിയൊരു കാലാവസ്ഥയും കൂടി ആയപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, അത്രയ്ക്കും രസമായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ മസിനഗുഡിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഊട്ടി വഴി തന്നെ ആയിക്കോട്ടെ. കാരണം അത് നമുക്ക് ഒരു വിധത്തിലും മോശമാവില്ല കേട്ടോ. കാരണം അത്രയും നല്ല സ്ഥലമാണ്. അത്രയ്ക്കും ശരിക്കും പറഞ്ഞാൽ കുറേ നേരം കൊണ്ട് നമ്മളെല്ലാം മറന്നുപോയി. അത്രയ്ക്കും മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്ന കാഴ്ചകളായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടിങ്ങനെ മെല്ലെ 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 പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും കുറേശ്ശെ മഴ ചാറൽ തുടങ്ങി. പിന്നെ ആ മഴയൊക്കെ കൊണ്ട് അങ്ങനെ പോകുമ്പോൾ നല്ല രസമായിരുന്നു. ശരിക്കും ഈ ഒരു യാത്ര നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ശരിക്കും അനുഭവിക്കുക തന്നെ വേണം. എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിക്കൊന്ന് യാത്ര ചെയ്ത് നോക്കുക. കാരണം അത്രയും നല്ലൊരു ഫീലായിരിക്കും കേട്ടോ. ഈ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. പോകുന്ന വഴിക്കുള്ള മരങ്ങളൊക്കെ പൂത്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതേ കണ്ടില്ലേ, അതിൻ്റെ മുകളിലൊരു മയിലൊക്കെ ഇരുന്ന് ഒക്കെ ഭയങ്കര രസമായിരുന്നു. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങനെയുള്ള വഴി കുറച്ച് ദൂരത്തേക്ക് ഇതുപോലെ മരങ്ങളൊക്കെ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ മിക്കവാറും ആൾക്കാരൊക്കെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു പുഴ, ഒരു കുഞ്ഞ് അരുവി പോലെയൊക്കെ തന്നെയായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അതും കൂടി ആയപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്കത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെയാണ് അതിൻ്റെ ആ ഒരു ഭാഗം കുറച്ച് ദൂരം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അവിടെ നിന്നാണ് അനിമൽസൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങണമെന്നൊക്കെയാണ് ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വഴി ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.